വാഹനാപകടത്തിൽ പരിക്കേറ്റ തെരുവ് നായയെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാത്രി ഉറക്കം പോലും ഉപേക്ഷിച്ച് സംരക്ഷിച്ചൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. പക്ഷേ അത്ര രീതിയിൽ സംരക്ഷിച്ചിട്ടും അതിന് ഫലമുണ്ടായില്ല. കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ വലിയ പിഴവാണ് സംഭവിച്ചത്. ഒടിഞ്ഞ കാലിലെ ശസ്ത്രക്രിയ ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, ഒടിഞ്ഞ നട്ടെല്ല് നേരെയാക്കാനുള്ള നടപടി പോലും സ്വീകരിച്ചില്ല. മൃഗസ്നേഹികൾ സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ചികിത്സാ പിഴവ് കണ്ടെത്തിയത്. വെറ്ററിനറി സർജൻ അല്ല നായയുടെ ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് നിലവിലെ സൂചന. ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഒരു തെരുവുനായെ സംരക്ഷിച്ച വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് വലിയ രീതിയിൽ വാർത്തയാവുക തന്നെ ചെയ്തതാണ്. അവരുടെ നല്ല പ്രവൃത്തിയെ നമ്മൾ മുക്തമായിട്ട് പ്രശംസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സമയത്ത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥ, അതിപ്പോൾ ആ തെരുവുനായ ജീവനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ തെരുവുനായയുടെ ശസ്ത്രക്രിയ നടത്തിയത് കൃത്യമായിട്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അന്ന് അവരെ ആ തെരുവുനായെ സംരക്ഷിച്ച ചെറുപ്പക്കാർ നമ്മളൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചത്? നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ? നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ ഓൾറെഡി അവിടെ 5 കൂടി കൊണ്ടാക്കുന്നു. അവിടെ കണക്ക് അതിന് മെഡിസിൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മെഡിസിൻ മേടിച്ച് അവിടെ കൊണ്ട് കിടക്കാൻ നേരത്ത് ഇത് ഭയങ്കരമായിട്ട് കിടന്നങ്ങ് എന്താ പറയുക, അത് വേദന കൊണ്ട് കിടന്ന് പൊളയുവാണ്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് അത്ര ഇത് പന്തിയേടായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡേ തന്നെ ഫൈസൽ എന്ന് പറഞ്ഞൊരു ബ്രോയെ ഓൾറെഡി വിളിച്ച്, ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. അങ്ങനെ ബ്രോ പറഞ്ഞു ഓക്കെ ഞാൻ വന്ന് എടുക്കുക എന്താ വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന് എടുത്ത്, പുള്ളിക്കാരൻ അങ്ങനെ ഡൗട്ട് തോന്നിയിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തത്. അത് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് കാണുന്നത് ഈ കാലിട്ടേക്കുന്ന കമ്പി പൊത്ത് വെളി വന്നിരിക്കുന്നത്. നട്ടെല്ലിന് 2-3 രീതിയിൽ പൊട്ടൽ വേറെ. അതൊന്നും നമ്മളെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് കണ്ടുപോലും പിടിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ കുറേയേറെ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കം വിളിച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേണ്ട സഹായം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ലഭിച്ചില്ലല്ലേ? ഇല്ല, നമ്മൾ അത് സേഫായെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഇരുന്നത്. പിന്നെ നമ്മൾ ആ മെഡിസിൻ കൊണ്ടുപോയ ടൈമിലാണ് നമുക്ക് മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇതിന് ഈ റോഡുമൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഒരു 4,000 രൂപ മുടക്കിയത് അനിലെന്ന് പറയുന്ന വ്യക്തിയായിരുന്നല്ലേ? അനിലെന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ എല്ലാ പുള്ളിക്കാരനായിരുന്നു. എന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മളുടെ ഒരു റെഗുലർ റെസ്ക്യൂറാണ് ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. വന്ന സമയത്ത് ആളുടെ ലെഫ്റ്റ് ഫോർലിംബിലെ റേഡിയസ് ആളിന് ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ തന്നെ വെർട്ടിബിൾ കോളത്തിനും ഫ്രാക്ചർ ഉണ്ട്. പിന്നിങ് ഓൾറെഡി ആൾക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണ വേണ്ട ചികിത്സയാണോ അതിന് കൊടുത്തിരുന്നത്? അതെ, കാരണം ആളുടെ ഒരു ഫ്രാക്ചർ വെച്ച് നമുക്ക് പിന്നിങ് തന്നെ പോകാൻ പറ്റുന്നതാ. പക്ഷെ പിന്നിന് ചെറിയൊരു വളവുള്ളത് കാരണം നമുക്ക് ആ പിന്ന് റിമൂവ് ചെയ്ത് പുതിയ പിന്ന് ഇടേണ്ടി വരും. വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ആളുടെ വെർട്ടിബിൾ കോളത്തിന് ഫ്രാക്ചർ ഉണ്ട്. അതിൽ ആ ഒരു ഫ്രാക്ചർ കാരണം ആളുടെ സ്പൈനൽ കോഡിന് എത്രത്തോളം ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് നമുക്ക് ആളെങ്ങനെയാണ് ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ജില്ലാ മൃഗാശുപത്രിയിൽ നിന്നുണ്ടായ കൃത്യമായിട്ടുള്ള അനാസ്ഥ, ഒരു തെരുവുനായെ സംരക്ഷിച്ച് ഒരു കൂടെ ചെറുപ്പക്കാർ അവിടെ എത്തി അവർ ഉറക്കം പോലും ഉപേക്ഷിച്ച് അതിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം അതുപോലും മുഖവിലേക്കെടുക്കാതെ ഡ്രൈവറും കമ്പൗണ്ടറും ഒക്കെ ചേർന്ന് എന്തൊക്കെയോ വാരിക്കെട്ടി ആ തെരുവുനായയെ തിരിച്ച് ഒരു റെസ്ക്യൂ ഹോമിലേക്ക്, ഷട്ടർ ഹോമിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ചെറുപ്പക്കാർ നടത്തിയ ഒരു ശ്രമങ്ങൾ, ഒപ്പം തന്നെ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ഒരു ശ്രമങ്ങൾക്ക് 1% വരാം നിങ്ങൾ കൽപ്പിച്ചിരുന്നെങ്കിൽ ആ തെരുവുനായിക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.